സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ്. ന്യായമായ നിരക്ക് പരിഷ്കരണം നടപ്പാക്കുക, അമിതമായ കമ്മീഷൻ ഈടാക്കുന്നത് നിർത്തുക, നിയമവിരുദ്ധ ബൈക്ക് ടാക്സി അവസാനിപ്പിക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തിയോഫിൻ, ഇന്നിപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഉടമകളൊക്കെ സമരത്തിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങളൊക്കെ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അമിതിക ഓൺലൈൻ ടാക്സി സംഘടനകളൊക്കെ സമരത്തിലേക്ക് പോകും. അതായത് വിവിധ ഓൺലൈൻ ടാക്സി കമ്പനികളുണ്ട്. യൂബർ, ഓല, റാപ്പിഡോ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി, ഇതിലെല്ലാം ഉൾപ്പെടുന്ന, ഇതിലൊക്കെ കണക്ട് ചെയ്ത് ഓടുന്ന, ഓൺലൈനായി ടാക്സി ഓടുന്ന ഡ്രൈവർമാർ അവരെല്ലാം സമരത്തിലേക്കാണ്. വ്യത്യസ്ത സംഘടനകൾ, ഈ പല സംഘടനകളിലായി ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുടേതായിട്ടുണ്ട്. എല്ലാവരും കൂടി സംയുക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ ഇത്തരത്തിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ കമ്പനികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമായി തന്നെ അവർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം കമ്പനികൾ വാങ്ങുന്ന കമ്മീഷനെ കുറിച്ചാണ്. ഇപ്പോൾ നേരത്തെ ഇത്രയധികം കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1000 രൂപയ്ക്ക് തങ്ങളൊരു ഓട്ടം ഓടിയാൽ അതിൽ ഏകദേശം 500 രൂപയോളം കമ്പനികൾക്ക് കമ്മീഷനായി തന്നെ പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ധനവില വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അത് പ്രയാസമാണ്. അത് ഒഴിവാക്കണം, കമ്മീഷൻ കുറയ്ക്കണം, കമ്പനികൾ പിടിക്കുന്ന കമ്മീഷൻ കുറയ്ക്കണമെന്നാണ് പ്രധാനമായി തന്നെ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാന ആവശ്യം. 11 ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഇത്തരത്തിലുള്ള, അതായത് പ്രധാന ഒരു വിഷയം നിൽക്കുന്ന ഇന്ധനം കൂടിയത് കൂടാതെ തന്നെ ഓട്ടം കുറഞ്ഞിരിക്കുന്നു. ആ ഇന്ധന വില വർദ്ധിച്ചത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ കമ്പനി, അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി കണക്ട് ചെയ്ത് ഓടുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൽ അത് വലിയ കുറവ് ലഭിച്ചിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതുകൂടാതെയാണ് ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തന്നെ, കമ്പനികൾ തന്നെ 2 വീലർ ടാക്സി, ബൈക്ക് ടാക്സികൾ അനുവദിച്ചിട്ടുള്ളത്. ആ ബൈക്ക് ടാക്സികൾ, നിയമവിരുദ്ധമായ രീതിയിലുള്ള ബൈക്ക് ടാക്സികൾ ഒഴിവാക്കണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൂടെ തന്നെ ഈ കമ്പനികൾ തങ്ങളെ വലിയ കമ്മീഷൻ ഈടാക്കിക്കൊണ്ട് തങ്ങളിൽ നിന്ന് വലിയ കൊള്ള ലാഭമാണ് നേടുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് സർക്കാർ ഇടപെടുന്നില്ല. സർക്കാർ പ്ലാറ്റ്ഫോമായ, അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത പ്ലാറ്റ്ഫോമായ ഈ കേരള സവാരി, അവരും നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ കമ്മീഷൻ ഈടാക്കുന്നുണ്ട്. അതിലും സർക്കാർ ഇടപെടുന്നില്ല. ഇതിലെല്ലാം സർക്കാരിൻ്റെ ഇടപെടൽ വേണം. ഇതുകൂടാതെ പുതിയ വാഹനങ്ങൾ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ വാഹനങ്ങളെ അതിൽ അറ്റാച്ച് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് ഓട്ടം കിട്ടാനുള്ള സാധ്യത കുറയുന്നൊരാവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 11 ഇനത്തിലുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെല്ലാം സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് പോവുകയാണെന്ന മുന്നറിയിപ്പ് കമ്പനികൾക്ക് ഇവർ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നു മുതൽ ഇപ്പോൾ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ സമരം ഒഴിവാക്കാനുള്ള ചർച്ചകളൊന്നും എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ ഓൺലൈൻ കമ്പനികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. നിലവിൽ ഇന്നിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് ഇവർ ഓഫ് ചെയ്ത്, പ്ലാറ്റ്ഫോം ഓഫ് ചെയ്ത് ഓഫ്ലൈനായി മാറി ആണ് സമരത്തിൽ, പ്രതിഷേധത്തിലൊക്കെ പങ്കെടുക്കുന്നതെന്നാണ് കമ്പനി ഡ്രൈവർമാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി കമ്പനികൾ, ഡ്രൈവർമാർ സമരത്തിലേക്ക് പോയാൽ അത് വളരാത്ത രീതിയിൽ ബാധിക്കും. കാരണം തിരക്കേറിയ നഗരമാണ്. പല ആവശ്യങ്ങൾക്കായി കൊച്ചിയിൽ വന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ തന്നെ പല സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായിക്കോട്ടെ, മറ്റാവശ്യങ്ങൾക്കായിക്കോട്ടെ യൂബറിനെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്ന ഒരുപാട് പേർ കൊച്ചി നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ ഓൺലൈൻ ടാക്സികൾ സമരത്തിലേക്ക് പോയാൽ അത് നിരവധി പേരുടെ യാത്രാ സംവിധാനത്തെ അത് ബാധിക്കും. വലിയ പ്രതിസന്ധി അത് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പേർ ഈ യാത്രാ സൗകര്യം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്തായാലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ.